വെൽക്കം ടു എക്സൽ PSC എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കേരള നവോത്ഥാനത്തെക്കുറിച്ചുള്ള കുറച്ച് ചോദ്യോത്തരങ്ങളാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും 19-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിലുമായി കേരളത്തിലുണ്ടായ സാംസ്കാരികവും മതപരവുമായ പരിഷ്കരണ പ്രവർത്തനങ്ങളെ നവോത്ഥാനം എന്ന പേരിൽ പൊതുവായി അറിയപ്പെടുന്നു. അതിൽ പ്രധാനപ്പെട്ട പങ്കുവച്ച ഒരു വ്യക്തിയായിരുന്നു ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് കുറച്ച് ചോദ്യങ്ങളാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. 1856 തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിൽ വയൽവാരം വീട്ടിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ ശ്രീനാരായണ ഗുരു ജനിച്ച വർഷം 1856 തിരുവനന്തപുരം ജില്ലയിൽ ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിൽ. 1928 തൻ്റെ 72-ാം വയസ്സിലാണ് ശ്രീനാരായണ ഗുരു മരണപ്പെടുന്നത്. അത് പ്രധാനപ്പെട്ടാണ്, ഓർത്തു വയ്ക്കുക. 1928 തൻ്റെ 72-ാം വയസ്സിലാണ് ശ്രീനാരായണ ഗുരു മരണപ്പെട്ടത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യകാല നാമം നാണു എന്നായിരുന്നു. നാണുവാശാൻ എന്നും അറിയപ്പെട്ടിരുന്നു. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യകാല നാമം നാണുവാശാൻ എന്നും അറിയപ്പെട്ടിരുന്നു. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെയും ഒരു ചോദ്യം വരാം, കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ആര്? ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പാണ്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ജി ശങ്കരക്കുറുപ്പ്. മൂർക്കോത്ത് കുമാരനാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ജീവചരിത്രം എഴുതിയത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ജീവചരിത്രം എഴുതിയത് ആര് എന്ന് ചോദിച്ചാൽ മൂർക്കോത്ത് കുമാരൻ. 1985 ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്തത് PA ബക്കർ ആണ്. 1985 ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്തത് PA ബക്കർ. 2010 ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര്? R സുകുമാരൻ. ഈ സിനിമയിലെ ശ്രീനാരായണ ഗുരുവായി അഭിനയിച്ചത് തലൈവാസൽ വിജയ് ആണ്. യുഗപുരുഷൻ എന്ന സിനിമ ഇറങ്ങിയ വർഷം 2010. അതിൻ്റെ സംവിധായകൻ R സുകുമാരൻ. ശ്രീനാരായണ ഗുരുവായി അഭിനയിച്ചത് തലൈവാസൽ വിജയ്. 5 രൂപ നാണയത്തിലും ഇന്ത്യൻ പോസ്റ്റ് സ്റ്റാമ്പിലും ശ്രീലങ്കൻ പോസ്റ്റ് സ്റ്റാമ്പിലും പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. 5 രൂപ നാണയത്തിലും ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിലും ശ്രീലങ്കൻ പോസ്റ്റൽ സ്റ്റാമ്പിലും പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തിൻ്റെ പ്രതിമ ആദ്യമായി സ്ഥാപിക്കപ്പെട്ടത് തലശ്ശേരിയിലാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ ആദ്യമായി സ്ഥാപിക്കപ്പെട്ടത് തലശ്ശേരിയിൽ. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആലപ്പുഴ ജില്ലയിലെ കളവൻകോട് ആണ്. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം വരാം, ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ഇവിടെ? ആലപ്പുഴ ജില്ലയിലെ കളവൻകോട്. അദ്ദേഹത്തിന് ദിവ്യജ്ഞാനം ലഭിച്ചു എന്ന് പറയപ്പെടുന്ന മലയാണ് മരുത്വാമല. ശ്രീനാരായണ ഗുരുവിനെ ദിവ്യജ്ഞാനം ലഭിച്ചു എന്ന് പറയപ്പെടുന്ന മലയുടെ പേര് മരുത്വാമല. 1925 അദ്ദേഹം ബോധാനന്ദ സ്വാമികളെ പിൻഗാമിയായി പ്രഖ്യാപിച്ചു. അപ്പോൾ 1925 ആരെയാണ് ശ്രീനാരായണ ഗുരു പിൻഗാമിയായി പ്രഖ്യാപിച്ചത്? ബോധാനന്ദ സ്വാമികളെ. ബോധാനന്ദ സ്വാമികൾ ആണ് ശ്രീനാരായണ ധർമ്മസംഘം സ്ഥാപിച്ചത്. ശ്രീനാരായണ ധർമ്മസംഘം സ്ഥാപിച്ചത് ആരാണ്? ബോധാനന്ദ സ്വാമികൾ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ യൂറോപ്യൻ ശിഷ്യൻ ഏണസ്റ്റ് കിർക്ക്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ യൂറോപ്യൻ ശിഷ്യനാണ് ഏണസ്റ്റ് കിർക്ക്. 1888 അരുവിപ്പുറത്ത് ആദ്യത്തെ ശിവപ്രതിഷ്ഠ നടത്തി. അരുവിപ്പുറം ക്ഷേത്രത്തിലാണ് ജാതിഭേദം മതദ്വേഷം എന്ന വാചകം കൊത്തിവെച്ചിരിക്കുന്നത്. അപ്പോൾ ശിവപ്രതിഷ്ഠ ആദ്യമായി നടത്തിയത് അരുവിപ്പുറത്താണ്. വർഷം 1888. ജാതിഭേദം മതദ്വേഷം എന്ന വാചകം കുത്തിവെച്ചിരിക്കുന്നു. അരുവിപ്പുറം ക്ഷേത്രത്തിലാണ്. അരുവിപ്പുറത്താണ്
SNDPയുടെ ആദ്യ യോഗം നടന്നത്. SNDPയുടെ ആദ്യ യോഗം നടന്ന സ്ഥലം കൂടിയാണ് അരുവിപ്പുറം. 1903 മെയ് 15 SNDP ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം രൂപീകരിച്ചത്. അപ്പോൾ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം രൂപീകരിച്ച വർഷം 1903 മെയ് 15. SNDP രൂപീകരിക്കാനായി ദേശം നൽകിയത് ഡോക്ടർ പൽപ്പുവാണ്. SNDPയുടെ ആദ്യ പ്രസിഡന്റ് ശ്രീനാരായണ ഗുരുവും ആദ്യ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപ്പുവും ആദ്യ സെക്രട്ടറി കുമാരനാശാനും ആയിരുന്നു. അപ്പോൾ SNDPയുടെ ആദ്യ പ്രസിഡന്റ് ശ്രീനാരായണ ഗുരുവും ആദ്യ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപ്പുവും ആദ്യ സെക്രട്ടറി കുമാരനാശാനും ആയിരുന്നു. അടുത്തത് ശ്രീനാരായണ ഗുരു SNDPയുടെ ആജീവനാന്ത പ്രസിഡന്റാണ്. SNDPയുടെ ആജീവനാന്ത പ്രസിഡന്റ് കൂടിയായിരുന്നു ശ്രീനാരായണ ഗുരു. SNDPയുടെ മുഖപത്രമായ വിവേകോദയം പുറത്തിറക്കിയത് 1904. അപ്പോൾ SNDPയുടെ മുഖപത്രത്തിൻ്റെ പേര് വിവേകോദയം, പുറത്തിറക്കിയ വർഷം 1904. ഈഴവ ഗസ്റ്റ് എന്നും വിവേകോദയം അറിയപ്പെടുന്നു. വിവേകോദയത്തിൻ്റെ ചീഫ് എഡിറ്റർ കുമാരനാശാനായിരുന്നു. കുമാരനാശാനും M. ഗോവിന്ദനും ചേർന്നാണ് വിവേകോദയം പ്രസിദ്ധീകരിച്ചത്. ആരാണ് വിവേകോദയം പ്രസിദ്ധീകരിച്ചത്? കുമാരനാശാനും M. ഗോവിന്ദനും ചേർന്നാണ്. SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് വാവൂട്ട് യോഗം ആണ്. SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് വാവൂട്ട് യോഗം ആണ്. 1904 അദ്ദേഹം ശിവഗിരി മഠം ആരംഭിച്ചത്. അപ്പോൾ ശിവഗിരി മഠം ആരംഭിച്ച വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1904. 1912 ശാരദാമഠം നിർമ്മിച്ചു. 1909 ശാരദാമഠത്തിന് തറക്കല്ലിട്ടത്. അപ്പോൾ ശാരദാമഠം നിർമ്മിച്ച വർഷം 1912 അതിന് തറക്കല്ലിട്ടത് 1909. 1913 ആലുവായിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചു. അപ്പോൾ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം 1913, സ്ഥലം ആലുവ. 1916 രമണ മഹർഷിയെ സന്ദർശിച്ചു. അപ്പോൾ രമണ മഹർഷിയെ ശ്രീനാരായണ ഗുരു സന്ദർശിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1916. 1918 ആദ്യമായി ശ്രീലങ്ക സന്ദർശിച്ചു. ശ്രീലങ്കയായിരുന്നു അദ്ദേഹം സന്ദർശിച്ച ഏക വിദേശ രാജ്യം. അപ്പോൾ ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ശ്രീലങ്കയാണ്. വർഷം 1918. 1922 അദ്ദേഹത്തെ രവീന്ദ്രനാഥ ടാഗോർ സന്ദർശിച്ചു. ടാഗോറിൻ്റെ കൂടെ CM ആൻഡ്രൂസും ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ രവീന്ദ്രനാഥ ടാഗോർ സന്ദർശിച്ച വർഷം 1922. അദ്ദേഹത്തിൻ്റെ ടാഗോറിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് CM ആൻഡ്രൂസ് ആയിരുന്നു. 1924 ആലുവായിൽ സർവമത സമ്മേളനം സംഘടിപ്പിച്ചു. വൈക്കം സത്യാഗ്രഹത്തിലെ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാർ ആയ സ്വാമി സത്യാവ്രതം, സ്വാമി കൊത്തുകോയിക്കൽ വേലായുധൻ എന്നിവർ പങ്കെടുത്തിരുന്നു. 1925 ഗാന്ധിജി അദ്ദേഹത്തെ സന്ദർശിച്ചു. വർക്കലയിലെ ശിവഗിരിയിൽ വെച്ചാണ് അദ്ദേഹം സമാധിയായത്. അപ്പോൾ ശ്രീനാരായണ ഗുരു എവിടെയാണ് സമാധിയായത്? വർക്കലയിലെ ശിവഗിരിയിൽ. അദ്ദേഹം രചിച്ച വഞ്ചിപ്പാട്ട് ഗജേന്ദ്ര മോക്ഷം. ശ്രീനാരായണ ഗുരു രചിച്ച വഞ്ചിപ്പാട്ടിൻ്റെ പേരാണ് ഗജേന്ദ്ര മോക്ഷം. ധർമ്മം, ദൈവ ദശകം, ശിവശതകം, ബ്രഹ്മവിദ്യ പഞ്ചകം, ആത്മോപദേശ ശതകം, ശനമാല, ജാതി മീമാംസ, അനുകമ്പ ദശകം, അദ്വൈത ദീപിക എന്നിവ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. ജാതി മീമാംസ എന്ന പുസ്തകത്തിൽ നിന്നാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്ന വാചകം എടുത്തിട്ടുള്ളത്. ജാതി മീമാംസ എന്ന പുസ്തകത്തിൽ നിന്നാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്ന വാചകം എടുത്തിട്ടുള്ളത്. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച അദ്ദേഹത്തിൻ്റെ കൃതിയാണ് നവമഞ്ജരി. അപ്പോൾ ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച കൃതിയുടെ പേര് നവമഞ്ജരി.
അദ്ദേഹത്തെക്കുറിച്ച് ഗുരുവിൻ്റെ ദുഃഖം എന്ന ഗ്രന്ഥം എഴുതിയത് സുകുമാർ അഴീക്കോടും ഗുരു എന്ന നോവൽ എഴുതിയത് കെ സുരേന്ദ്രനുമാണ്. അപ്പോൾ സുകുമാർ അഴീക്കോട് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് എഴുതിയ പുസ്തകത്തിൻ്റെ പേരാണ് ഗുരുവിൻ്റെ ദുഃഖം. ഗുരു എന്ന നോവൽ എഴുതിയത് കെ സുരേന്ദ്രൻ. അവസാന ചോദ്യം, അദ്ദേഹത്തിൻ്റെ സംസ്കൃതത്തിലുള്ള ഒരേ ഒരു കൃതി ദർശനമാല. ശ്രീനാരായണ ഗുരുവിൻ്റെ സംസ്കൃതത്തിലുള്ള ഒരേ ഒരു കൃതിയാണ് ദർശനമാല. ഈ 38 പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.